ചൊവ്വാഴ്ച മഗ്‌രിബോടുകൂടി 15-ാം രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. നമ്മൾ ഒരു കൂട്ടം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോഴേ ശ്രദ്ധിച്ചാലാണ് നമ്മളിലേക്ക് കടന്നു വരുന്ന ആ പരിപാവനമായ ശഅബാൻ 15-ാം രാവിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ഏതൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്കൊന്ന് കേൾക്കാം. ഒരുപാട് ദിക്റുകൾ മഹാന്മാർ ഇന്നേ നമ്മൾ ചൊല്ലേണ്ടതായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് ദിക്റുകൾ, പ്രത്യേകിച്ച് ഒരു ദിക്ർ നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ച് ചൊല്ലിയാൽ ഇൻഷാ അള്ളാഹ് നരകമോചനവും സ്വർഗപ്രവേശനവും അള്ളാഹു നൽകുമെന്നാണ്. നമുക്കൊന്ന് നോക്കാം, ഏതാണ് ആ ദിക്ർ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയത് ബറാഅത്ത് രാവിലാണെന്ന് സൂറത്തു ദുഖാനിൻ്റെ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മഹാന്മാർ പറയുന്നുണ്ട്. അതേ മഹാന്മാർ തന്നെ പറയുന്നു ഖുർആൻ ഇറങ്ങിയത് അത് ലൈലത്തുൽ ഖദറിൻ്റെ രാവിലാണെന്ന് സൂറത്തുൽ ഖദർ ഓതിയിട്ട് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയത് ലൈലത്തുൽ ഖദറിലാണോ അല്ലെങ്കിൽ ശഅബാൻ 15-നാണോ? ഈ രണ്ട് സൂറത്തിലും ഖുർആൻ ഇറങ്ങിയത് അന്നാണെന്ന് പറയുന്നു. ലൈലത്തുൽ ഖദറിലാണോ ഖുർആൻ ഇറങ്ങിയത്, ബറാഅത്ത് രാവിലാണോ ഖുർആൻ ഇറങ്ങിയത്? ഈ ഒരു വൈരുദ്ധ്യത്തെ നമുക്ക് എങ്ങനെ വിശദീകരിക്കാം? കൃത്യമായിട്ടുള്ള മറുപടി നമുക്കൊന്ന് കേൾക്കാം. ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് ബറാഅത്ത് വരുന്നതിന് മുമ്പേ നമ്മൾ മാനസികമായും ശാരീരികമായും ഒന്ന് ശുദ്ധിയുള്ളവരാവണം. എങ്ങനെ നമ്മൾ ശുദ്ധിയുള്ളവരാകും? ആ കാര്യമൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ കേൾക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ബറാഅത്ത് രാവ് നമ്മളിലേക്ക് കടന്നു വരികയാണ്. മഗ്‌രിബോടുകൂടി 15-ാം രാവ് നമ്മളിലേക്ക് കടന്നു വരും. ഇന്നത്തെ ദിവസം മാത്രമല്ല, നാളെയും മറ്റന്നാളും ഇനിയുള്ള ദിവസങ്ങളിലും 2-3 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അള്ളാഹു നമുക്ക് നരകം ഹറാമാക്കും, സ്വർഗം നിർബന്ധമാക്കും. അതുപോലെ തന്നെ ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് നമുക്കിടയിലുള്ള ചില സംശയങ്ങളുണ്ട്. അതിനുള്ള മറുപടിയും കൂടിയാണ് ഇൻഷാ അള്ളാഹ് ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കുന്നത്. നമുക്കറിയാമല്ലോ, പരിശുദ്ധമായ ഖുർആനിൻ്റെ വളരെയധികം ശ്രേഷ്ഠതയുള്ള സൂറത്തുകളിൽ പെട്ട ഒരു സൂറത്താണ് സൂറത്തു ദുഖാൻ. സാധാരണ സൂറത്തു ദുഖാനിൻ്റെ പ്രസക്തി വരുന്നത്, എപ്പോഴും പ്രസക്തിയുണ്ട്, നമുക്ക് ഓരോരോ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ ഓരോ കാര്യത്തിൻ്റെ മഹത്വം മനസ്സിലാവുക. എന്നതുപോലെ ബറാഅത്ത് രാവ് ശഅബാൻ 15 അതിൻ്റെ രാവ് പകലൊക്കെ കടന്നു വരുമ്പോഴാണ് സൂറത്തു ദുഖാനിൻ്റെ കൂടുതൽ മഹത്വങ്ങൾ നമുക്ക് മനസ്സിലാവുക. ഈ സൂറത്തു ദുഖാൻ, ആ സൂറത്തു ദുഖാനിൽ അല്ലാഹ് പറയുന്ന ഒരു വാക്യമുണ്ട്. സൂറത്തു ദുഖാൻ ശഅബാൻ 1 മുതൽ 15 വരെ അതിൻ്റെ ആദ്യത്തെ 8 ആയത്തുകൾ ഓതൽ പ്രത്യേകം പ്രതിഫലമുള്ള കാര്യമാണ്. ഈ സൂറത്തു ദുഖാനിൽ അല്ലാഹ് പറയുന്നൊരു വാക്യമുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. പരിശുദ്ധമായ ഖുർആനിനെ അല്ലാഹു ഇറക്കിയത് ഫീ ലൈലത്തിൻ മുബാറക, ബറക്കത്തുടയതായ രാത്രിയിലാണ്. ഇവിടെ ഭൂരിഭാഗം മുഫസ്സിരീങ്ങളും പറഞ്ഞത് ഈ ബറക്കത്തുടയ രാത്രി എന്നതുകൊണ്ടുള്ള ഉദ്ദേശം അത് നിസ്ഫു ശഅബാൻ, ശഅബാനിൻ്റെ പകുതിയാണ്. അതായത് ശഅബാൻ ബറാഅത്ത് രാവാണ്, 15-ാം രാവാണ്. അതായത് നമ്മളിലേക്ക് കടന്നു വരുന്ന നാളത്തെ മഗ്‌രിബോട് കൂടിയുള്ള സമയം. ഇത് ഖുർആനിലെ ഒരു ആയത്താണ്. അതായത് ഖുർആൻ അല്ലാഹു ഇറക്കിയത് ശഅബാൻ 15-ാം രാവിലാണ്. ഇനി നമ്മൾക്ക് ചെറിയ സൂറത്തിൽപ്പെട്ട സൂറത്തുൽ ഖദർ, ആ സൂറത്തുൽ ഖദർ അല്ലാഹു പറയുന്നുണ്ട്, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. പരിശുദ്ധമായ ലൈലത്തുൽ ഖദർ, ആ ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു തആല ഖുർആനിനെ ഇറക്കിയത്. അപ്പോൾ ഇവിടെയും അല്ലാഹു ഖുർആനിനെ ഇറക്കി, അവിടെയും അല്ലാഹു ഖുർആനിനെ ഇറക്കി. ഇതെന്താണ്? ഇത് വൈരുദ്ധ്യമല്ലേ? ഖുർആനിൽ ഇങ്ങനെ വൈരുദ്ധ്യം ഉണ്ടാവാമോ? അതായത് ശഅബാൻ 15-നാണ് ഖുർആൻ ഇറക്കിയത്, ഭൂമിയിലേക്ക് ഇറക്കിയതെന്ന് വിശുദ്ധമായ സൂറത്തു ദുഖാനിൽ അല്ലാഹ് പറയുന്നു. ഖുർആൻ ഇറക്കിയത് അത് പരിശുദ്ധമായ ലൈലത്തുൽ ഖദറിലാണെന്ന് സൂറത്തുൽ ഖദറിൽ പറയുന്നു. ഇതിലേതാണ് വിശ്വസിക്കേണ്ടത് എന്ന് പല ആളുകൾക്കും സംശയമുണ്ടായേക്കാം. ഇവിടെയാണ് മഹാനായ ഇക്രിമ റളിയല്ലാഹു തആല അൻഹു ഇടപെടുന്നത്. ഇക്രിമ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഇവിടെ ഈ 2 ആയത്തും സത്യമാണ്, ഇതിൽ യാതൊരു വൈരുദ്ധ്യവുമില്ല. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും, അതായത് അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും 1-ാം ആകാശത്തേക്ക് പരിശുദ്ധമായ ഖുർആനിനെ അള്ളാഹു മൊത്തത്തിൽ ഇറക്കിയത് എപ്പോഴാണ്?
ബറക്കത്തുடைய രാത്രി എന്ന് ഖുർആൻ പരിചയപ്പെടുത്തിയ ബറാഅത്ത് രാവിലാണ്. അതായത് നാളത്തെ രാവ് നാളെ നമ്മളിലേക്ക് കടന്നു വരുന്ന നാളത്തെ മഗ്‌രിബോട് കൂടിയുള്ള രാവിലാണ് അള്ളാഹു പരിശുദ്ധമായ ഖുർആനിലെ ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തേക്ക് ഇറക്കിയത്. പിന്നെയോ ചെറിയ സൂറത്തിൽപ്പെട്ട സൂറത്തുൽ ഖദറിൽ അള്ളാഹു പറയുന്നു, ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ, പരിശുദ്ധമായ ഖദറിന്റെ രാത്രിയിലാണ് അള്ളാഹു ഖുർആനിനെ ഇറക്കിയത്. അതായത് ആ ഒന്നാം ആകാശത്ത് നിന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് ഖുർആനിനെ ഇറക്കുന്നത് അത് ലൈലത്തുൽ ഖദറിലാണ്. അപ്പോൾ രണ്ടായത്തും ശരിയാണ്. അപ്പോൾ ഈ കാര്യം നമ്മൾ മനസ്സിലാക്കുക. പരിശുദ്ധമായ ഖുർആനിനെ ഇറക്കപ്പെട്ടിട്ടുള്ള രാത്രിയാണ് ശഅബാൻ 15-ാം രാവ്, നാളെ നമ്മളിലേക്ക് കടന്നു വരുന്ന പുണ്യമാക്കപ്പെടുന്ന രാവ്. പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നാളത്തെ രാത്രി ഇബാദത്ത് ചെയ്യുന്ന മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം പറയുന്നത് എന്താണ്? ബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനം. ബറാഅത്തും മിനദ്ദുനൂബ്, പാപങ്ങളിൽ നിന്നുള്ള മോചനം. ബറാഅത്തും മിനൻ നിഫാഖ്, കാപഢ്യത്തിൽ നിന്നുള്ള മോചനം. ബറാഅത്തും മിനൽ ഗളബ്, അല്ലാഹുവിൻ്റെ കോപത്തിൽ നിന്നുള്ള മോചനം. മൊത്തത്തിൽ എല്ലാ തരത്തിലുള്ള മോചനങ്ങൾ അള്ളാഹു നമുക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള രാത്രിയാണ് നാളെ നമ്മളിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ തയ്യാറാവണം. എൻ്റെ മുത്തു മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, കുറച്ച് ദിക്റുകൾ നമ്മൾ ഈ സമയം മുതലേ തുടങ്ങുക പറയാൻ. ഏതൊക്കെ ദിക്റുകളാണ്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ആ ദിക്ർ നമ്മൾ ഒരുപാട് വട്ടം പറയണം. അതുപോലെ സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം, ആ ദിക്ർ നമ്മൾ ഒരുപാട് വട്ടം പറയണേ. പിന്നെയോ സൂറത്തു ദുഖാൻ നമ്മൾ ഒരുപാട് വട്ടം പാരായണം ചെയ്യണേ. സൂറത്തു ദുഖാൻ ഒരു പ്രാവശ്യമല്ല, കഴിയുന്ന രൂപത്തിൽ നമ്മൾ സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുക. മഗ്ഫൂറൻ, നമ്മൾ പാപങ്ങൾ പൊറുക്കപ്പെട്ടവരാണെന്ന് അള്ളാഹുവിൻ്റെ അടുക്കൽ രേഖപ്പെടുത്തപ്പെടുമെന്നാണ് ഈ സൂറത്തു ദുഖാൻ നമ്മൾ ഒരുപാട് വട്ടം ഓതിയാൽ. മാത്രമല്ല ഇന്ന് തിങ്കളാഴ്ച ദിവസമാണല്ലോ, തിങ്കളാഴ്ച ഒരുപാട് സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട സമയമാണ്. അള്ളാഹുവിൻ്റെ റസൂല് ജനിച്ച പുണ്യമാക്കപ്പെട്ട ദിവസമാണല്ലോ. അതുകൊണ്ട് അറിയാവുന്ന സ്വലാത്തുകൾ ഒരുപാട് വട്ടം പറയുക. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വ അഹ്ലി, ആ സ്വലാത്ത് നമുക്കറിയാം. അതുപോലെ തന്നെ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വലാത്ത് നമുക്ക് ഒരുപാട് വട്ടം പറയാവുന്നതാണ്. അങ്ങനെ സ്വലാത്തുകൾ അധികരിപ്പിക്കുക, അതുപോലെ ദിക്റുകൾ അധികരിപ്പിക്കുക, തസ്ബീഹുകൾ ഒരുപാട് വട്ടം പറയുക, പരിശുദ്ധമായ ഖുർആൻ ഒരുപാട് വട്ടം പല സൂറത്തുകൾ നമ്മൾ പാരായണം ചെയ്യുക, പ്രത്യേകം സൂറത്തു ദുഖാൻ. അതുപോലെ തന്നെ ഒരുപാട് ഇസ്തിഗ്ഫാറും ഒരുപാട് ദുആയും നമ്മൾ ചെയ്യേണ്ട ഒരു വലിയ സന്ദർഭത്തിലാണ്. ഒരുപാട് ദുആ പറയണം. ഒരു ദുആ എൻ്റെ മുഅ്മിനീങ്ങളെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഒരു ദിക്റാണ്, ദുആയാണ്. ആ ദിക്ർ പറഞ്ഞാൽ, ആ ദുആ പറഞ്ഞാൽ കിട്ടുന്ന പ്രതിഫലം, ആ ദിക്ർ പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങളെല്ലാം വിട്ടുപുറത്തു മാപ്പ് നൽകും. ഇതിപ്പോൾ ഉസ്താദ് എത്രയോ വീഡിയോയിലാണ് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പാപം പൊറുക്കും. ഇതൊക്കെ ഉള്ളത് തന്നെയാണ്, അതൊക്കെ വിശ്വസിക്കണം. ഇന്ന കാര്യം ചെയ്താൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അപ്പോൾ പരമാവധി അത് ചെയ്യാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലാതെ അതൊന്നും ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയലല്ല. മഹാന്മാരായ ഉലമാക്കൾ പറഞ്ഞു തരുന്നു ഒരു ദിക്ർ, ആ ദിക്ർ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കും. ഏതാണ് ആ ദിക്ർ? നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ല, ഇത് ഞങ്ങൾ റമദാനിൽ ഓതുന്ന ദിക്റല്ലേ? അതെ, ആ റമദാനിൽ മാത്രമുള്ള ദിക്റല്ല, ശഅബാനിലും നമ്മൾ പറയേണ്ട ഒരു ദിക്റാണ്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. മാത്രമല്ല ആ ദിക്റിൻ്റെ കൂടെ നമുക്ക് ചേർക്കാവുന്ന മറ്റൊരു ദിക്ർ കൂടിയുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. ഈ ഒരു ദിക്ർ
വളരെ ശ്രേഷ്ഠമാണ്. നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? അള്ളാഹുവേ പടച്ചവനെ, ഞാൻ നിന്നോട് പാപമോചനം ചോദിക്കുന്നു, മാത്രമല്ല എനിക്ക് നീ അഫൂവ ചെയ്യണം, മാപ്പ് ചെയ്യണം, നീ മാപ്പിനെ ഇഷ്ടപ്പെടുന്നവനാണ്, മാത്രമല്ല എനിക്ക് ഒരുപാട് നന്മകൾ തരണം, എനിക്കൊരുപാട് ആഫിയത്ത് തരണം, ആരോഗ്യം തരണം, മാത്രമല്ല എൻ്റെ ദീനും ദുന്യാവും ആഖിറവും നീ വിജയിപ്പിക്കണം എന്നർത്ഥമുള്ള ഈ ഒരു ദിക്ർ വലിയ ശ്രേഷ്ഠതയുള്ള ദിക്റാണ്. ഒന്നുകൂടി പറയാം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. ആ ദിക്ർ നമ്മൾ ഒരുപാട് വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അല്ലാഹു തആല നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകും. അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ ഇന്നക അഫൂൻ കരീമുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയത വൽ മുആഫാത ദായിമത ഫിദ്ദീനി വദ്ദുനിയാ വൽ ആഖിറ. ആ ദിക്ർ നമ്മൾ ഒരുപാട് വട്ടം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. നാളെ പരിശുദ്ധമായ ബറാഅത്ത് രാവ് വരുമ്പോൾ നമുക്കറിയാമല്ലോ, നാളെ യാസീൻ ഓതേണ്ട കാര്യമുണ്ട്. 3 യാസീൻ നമ്മൾ ഓതേണ്ടതുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടുപോയവരെ സിയാറത്ത് ചെയ്യൽ, സൂറത്തു ദുഖാൻ ഓതൽ, മാത്രമല്ല കുടുംബ ബന്ധം ചേർക്കൽ. അത് നാളത്തേക്ക് വെക്കണ്ട, ഇന്ന് തന്നെ തുടങ്ങിക്കോ. കുടുംബബന്ധം ഇന്നേ നമ്മൾ കുടുംബ ബന്ധങ്ങളൊക്കെ ചേർത്താലേ നാളെ നമ്മൾ ചെയ്യുന്ന അമൽ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. നമ്മുടെ പാപങ്ങളൊക്കെ മാറ്റിവെച്ചാലേ നാളെ നമ്മൾ ചെയ്യുന്ന അമലുകൾ അല്ലാഹു സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തൊട്ട് നമ്മൾ തുടങ്ങണം നാളത്തെ പരിശുദ്ധമായ ആ രാവിന് വേണ്ടി. അതുപോലെ തന്നെ സിയാറത്ത്, മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി സിയാറത്ത് ചെയ്യുക, അവർക്ക് വേണ്ടി ഖുർആൻ ഓതിയിട്ട് ഹദിയ ചെയ്യുക, അതുപോലുള്ള നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, കുടുംബ ബന്ധം നിലനിർത്തുക, സ്വതക്ക കൊടുക്കുക, ദുആകൾ വർദ്ധിപ്പിക്കുക. ഇതൊക്കെ എന്താണ്? നാളത്തെ ആ രാവിന് മുമ്പ് നമ്മൾ ചെയ്തു വെക്കുക. പിന്നെ പണ്ടൊക്കെ നമ്മുടെ വല്ലുമ്മമാരുടെ കാലം, വല്ലുപ്പമാരുടെയൊക്കെ കാലത്ത്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഈ നനച്ചുകുളി എന്ന് പറഞ്ഞ ഒരു പരിപാടിയുണ്ട്. അത് റജബ് 27 ചെയ്യുന്ന ആളുകളുണ്ട്, ഷഅബാൻ 15 ബറാത്ത് രാവിനെ ചെയ്യുന്നവരുണ്ട്. റമദാൻ വരുന്നതിന് മുമ്പേ തന്നെ വീടുകളിൽ മുഴുവൻ അടിച്ച് വൃത്തിയാക്കി വീടൊക്കെ ഒന്ന് കഴുകി പാത്രങ്ങളൊക്കെ കഴുകി കമിഴ്ത്തി വെക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ വല്ലുമ്മമാർക്കൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റേതായ ഒരു ഖൈറും ബറക്കത്തും അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണുവാൻ സാധിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കേൾവിയില്ലാത്ത രോഗങ്ങളാണ്, എല്ലാവർക്കും പ്രയാസങ്ങളാണ്, കാശുണ്ട് പക്ഷെ അത് എങ്ങനെ പോകുന്നു എന്നറിയില്ല, എങ്ങനെ ചിലവാകുന്നു എന്നറിയില്ല. എന്തേ കാരണം? ഇതുപോലുള്ള ഒരു ആദത്തുകൾ, ഒരു പതിവുകൾ നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതായതുകൊണ്ടാണ്. അതുകൊണ്ട് നമ്മളും ആ ഒരു ആദത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവേണ്ടതാണ്. എങ്ങനെ? നമ്മുടെ വീട്ടിലുള്ള മുഴുവൻ സാധനം പുറത്തിറക്കി വീട് മൊത്തം അടിച്ച് കഴുകി അങ്ങനെ ഇല്ല എങ്കിൽ പോലും വീടൊക്കെ ഒന്ന് ആ ഒരു താലീമോടുകൂടി, അതായത് നാളെ ബറാത്താണല്ലോ, അല്ലെങ്കിൽ ഇനി ബറാത്ത് രാവ് വരികയാണല്ലോ, അപ്പോൾ ആ ഒരു ബഹുമാനത്തോടുകൂടി ആ ദിവസത്തോടുള്ള ഒരു താലീം ആദരവോടുകൂടി വീടുകളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി, അതുപോലെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് ശുദ്ധിയാക്കി വൃത്തിയാക്കി വീട്ടിലെ വിരിപ്പും കിടക്കയൊക്കെ ഒന്ന് മാറ്റി എല്ലാം ഒന്ന് ശുദ്ധിയാക്കി വെച്ചാൽ തന്നെ വലിയൊരു ഖൈർ നമുക്ക് കിട്ടും. ഇന്ന് നമുക്കതിന് നേരമില്ല. നമുക്കിന്ന് ബറാത്താണെങ്കിലും എന്താണെങ്കിലും സീരിയൽ കാണാനുള്ള തിരക്കാണ്, സിനിമ കാണാനുള്ള തിരക്കാണ്, മറ്റ് പരിപാടികൾ കാണാനുള്ള തിരക്കാണ്, പേരക്കുട്ടികൾ വരുമ്പോൾ അൽഫാം വീട്ടിൽ തന്നെ ഉണ്ടാക്കാനുള്ള തിരക്കാണ്. നമുക്ക് ഇബാദത്തെടുക്കാനോ മറ്റു കാര്യങ്ങൾക്കുള്ള നേരം ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റേതായ വലിയ അപകടങ്ങൾ നമ്മുടെ കുടുംബത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ വീട്ടിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബറാഅത്ത് ഇൻഷാ അല്ലാഹ് നമുക്കൊരു വ്യത്യസ്തമായ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഉണ്ടായിരുന്ന ആ തനിമയിൽ നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് യാസീൻ ഓതാൻ പറ്റുന്നവർ അങ്ങനെ ഓതുക. വീട്ടിലുള്ള ഉപ്പമാർ ഏതായാലും പള്ളിയിലൊക്കെ പോകുമല്ലോ, യാസീൻ ഒക്കെ ഓതുന്ന സമയത്ത് വീട്ടിൽ തന്നെ എല്ലാ മക്കളെയൊക്കെ വിളിച്ച് എല്ലാവരും കൂടി ഇരുന്ന് യാസീൻ ഓതി ദുആരക്കുന്നൊരു പതിവ് ഉണ്ടായാൽ അല്ലാഹു തആല നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്ത് നൽകും ഇൻഷാ അല്ലാഹ്. നാളത്തെ ആ ദിവസം TV എന്ന് പറയുന്ന സാധനം ഒന്ന് ഓഫാക്കി തന്നെ വെക്ക്. നാളെ അത് ഓണാക്കണ്ട. നാളത്തെ ദിവസമെങ്കിലും അതൊന്ന് ഓഫാക്കി വെച്ച് നമ്മൾ ഈ പറയപ്പെട്ട അമലുകളൊന്ന് ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാകണം. അല്ലാഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. യാസീൻ ഓതുന്ന കാര്യം ആരും മറന്നു പോവണ്ട. ഇപ്പോഴേ നമ്മൾ മനസ്സിൽ കരുതുക, നാളെ മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് 3 യാസീൻ ഓതും എന്നുള്ള ആ ഒരു നല്ല നിയ്യത്ത് ഇപ്പോഴേ നമ്മൾ വെക്കുക. ഇപ്പോഴേ യാസീൻ ഓതി കളയണ്ട, ഈമാൻ കയറിയിട്ട് ഇപ്പോഴേ യാസീൻ ഓതി വെക്കൽ, അങ്ങനെയല്ല. നാളെ ആ ഒരു ടൈമിലാണ് നമ്മൾ യാസീൻ ഓതേണ്ടത്. പ്രത്യേകം ദുആ രക്കണം, എപ്പോഴും ദുആ രക്കണം. നാളെ എന്ന് മാത്രമല്ല, ദുആ എപ്പോഴും നമുക്ക് ചെയ്യാം. പ്രത്യേകിച്ച് നാളെ യാസീൻ ഓതിയിട്ട് മരണപ്പെട്ടു പോയവർക്ക് വേണ്ടിയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയും എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടിയും പ്രത്യേകം ദുആ രക്കണം. അല്ലാഹു തആല നമ്മുടെ ദുആയിനൊക്കെ സ്വീകരിക്കട്ടെ. കഴിഞ്ഞ 2-3 വീഡിയോകളിൽ
നമ്മൾ ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് അന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദമായി ചർച്ച ചെയ്ത വീഡിയോയുടെ താഴെ കമൻ്റായി 2-3 സഹോദരന്മാർ എഴുതിയിരുന്നു. ഉസ്താദേ, ഞങ്ങൾ പ്രവാസികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് അൽഹംദുലില്ലാ ഒരുപാട് ഗുണങ്ങൾ ഈ വീഡിയോകൾ കൊണ്ട് ഉണ്ട്. ഞങ്ങൾക്ക് ഒരുപാട് ഇബാദത്തുകൾ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് ഉപയോഗമുള്ള വീഡിയോകളാണ്. ഈ പറയപ്പെടുന്ന ദിക്റുകളും ദുആകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഉസ്താദ് പ്രത്യേകം ദുആരക്കണം. അതോടൊപ്പം തന്നെ ഇനിയുള്ള വീഡിയോകളിലൊക്കെ ഗൾഫിലുള്ള ഞങ്ങളെയും കൂടി പരിഗണിച്ച് കാര്യങ്ങളൊന്ന് സംസാരിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി ഖൈറാകുമായിരുന്നു എന്ന ഒരു കമൻറ്റ്. അൽഹംദുലില്ലാ, അവരൊക്കെ പരിശുദ്ധമായ ദീൻ പഠിക്കുവാനും അതൊക്കെ അനുസരിച്ച് ജീവിക്കുവാനും കാണിക്കുന്ന വ്യഗ്രത അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രവാസി സുഹൃത്തുക്കൾക്കും അള്ളാഹു എല്ലാവിധ ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സാധാരണ നമ്മുടെ നാടിനെ അപേക്ഷിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ അറബി മാസം ഒന്നുകൂടി മുന്നിലായിരിക്കും, ഒരു ദിവസം മുന്നിലായിരിക്കും. ഓരോ നാട്ടിലും കാണുന്ന മാസപ്പിറവി അനുസരിച്ചാണല്ലോ അറബി മാസം നമ്മൾ കണക്കാക്കേണ്ടത്. അപ്പോൾ ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മേക്കാൾ ഒരു ദിവസം മുന്നിലാണ് അവർ ഉള്ളത്. പ്രവാസികളായ ആളുകൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ചില അറബ് രാജ്യങ്ങളിൽ ഒരുപക്ഷെ വ്യത്യാസമുണ്ടായേക്കാം. അപ്പോൾ ഇന്ന് നമുക്ക് ഷഅബാൻ 13 അവർക്ക് ഇന്ന് തിങ്കളാഴ്ച അവർക്ക് 14 അഥവാ ഇന്ന് മഗ്രിബോട് കൂടിയാണ് അവർക്ക് 15-ാം രാവ്, അതായത് ബറാഅത്ത് രാവ് അവർക്ക് കടന്നു വരുന്നത്. നമുക്ക് മലയാളികളായ അല്ലെങ്കിൽ ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നാളെ ചൊവ്വാഴ്ച മഗ്രിബോട് കൂടിയാണ് 15-ാം രാവ് കടന്നു വരുന്നത്. അത് ഭൂഖണ്ഡങ്ങളുടെയും അതുപോലെ തന്നെ രാജ്യ അതിർത്തികൾ മാറുമ്പോഴും സ്വാഭാവികമാണ് അങ്ങനെ സംഭവിക്കുക എന്നുള്ളത്. ഇന്ത്യക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോൾ പകലിലാണുള്ളത്. ഈ വീഡിയോ കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും ഒരുപക്ഷെ പകലിലായിരിക്കും. ഈ സമയത്ത് അമേരിക്കയിലുള്ള ആളുകളോ അവർ രാത്രിയിലാണ്. അതെന്താ അങ്ങനെ? അത് പടച്ചവന്റെ തർത്തീബ് അങ്ങനെയാണ്. ഭൂഖണ്ഡങ്ങൾ മാറുമ്പോൾ, രാജ്യങ്ങളുടെ അതിർത്തികൾ മാറുമ്പോൾ അതങ്ങനെ സംഭവിക്കൽ സ്വാഭാവികമാണ്. നമ്മൾ ഏത് നാട്ടിലാണോ താമസിക്കുന്നത്, നമ്മൾ ഏത് രാജ്യത്താണോ താമസിക്കുന്നത്, ആ രാജ്യത്തിൻ്റെ അതിർത്തിയിലുള്ള രൂപത്തിലായിരിക്കണം നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. ഇപ്പോൾ പ്രവാസികളെ സംബന്ധിച്ച് ഇന്ന് തിങ്കളാഴ്ച അവർക്ക് ഷഅബാൻ മാസം 14. അപ്പോൾ ഇന്ന് മഗ്രിബോട് കൂടിയാണ് അവർ ബറാഅത്ത് രാവിനെ കരുതി പ്രത്യേകം അമൽ ചെയ്യേണ്ടത്, പ്രത്യേകം ഇബാദത്തുകൾ ചെയ്യേണ്ടത്. 3 യാസീനിൻ്റെ കാര്യം, സൂറത്ത് ദുഖാനിൻ്റെ കാര്യം, ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതുപോലെ നാളെ ചൊവ്വാഴ്ച പ്രവാസികൾ അവർ നാളെ ചൊവ്വാഴ്ച പകലാണ് നോമ്പ് പിടിക്കേണ്ടത്. ബറാഅത്തിൻ്റെ നോമ്പ് പിടിക്കേണ്ടത് നാളെ ചൊവ്വാഴ്ച പകലാണ്. അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. പുണ്യമാക്കപ്പെട്ട ബറാഅത്ത് രാവ് അതിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് നരകത്തിൽ നിന്നുള്ള മോചനമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ സ്വർഗപ്രവേശനവും നമുക്കുണ്ട്. അള്ളാഹു തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. നാളെ ചെയ്യേണ്ട കാര്യം ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് രാവിലെ നമുക്ക് സംസാരിക്കാം. നാളെ പകൽ ചെയ്യേണ്ടതും അതുപോലെ നാളെ രാവിലെ ഏതൊക്കെ കാര്യങ്ങൾ ഏതൊക്കെ സമയത്ത് എന്തൊക്കെ ചെയ്യണമെന്നുള്ള ഒരു വീഡിയോ നമുക്ക് ഇൻഷാ അല്ലാഹ് നാളെ പറയാം. അപ്പോൾ ഇന്ന് മുതൽ നമ്മൾ ചെയ്യേണ്ട ചില ദിക്റുകളും സ്വലാത്തുകളും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറഞ്ഞത്. അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ആമീൻ. അൽഹംദുലില്ലാഹ്, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഇത്തരം വ്യത്യസ്തമായ വീഡിയോകൾ കാണുക. ഇതിൽ പറയപ്പെട്ട കാര്യങ്ങൾ പരസ്പരം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. ഒരുപാട് പേര് ഒരുപാട് ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് പരീക്ഷകൾ നടക്കുന്ന കാലമാണ്. അപ്പോൾ +2 പഠിക്കുന്നവർ, 10ാം ക്ലാസ്, മറ്റ് ചെറിയ ക്ലാസ്സുകൾ, വലിയ ക്ലാസ്സുകൾ, ഡിഗ്രി ക്ലാസ്, എല്ലാവരുടെയും എക്സാമുകൾ, പരീക്ഷകൾ അള്ളാഹു എളുപ്പത്തിലാക്കുമാറാവട്ടെ. അള്ളാഹു തആല പഠിച്ചതനുസരിച്ച് എഴുതുവാനും അതുപോലെ തന്നെ ഉന്നതമായ റിസൾട്ട് കരസ്ഥമാക്കുവാനും നമ്മുടെ മക്കളുടെ ഭാവി ജീവിതം കണ്ട് സന്തോഷിക്കുന്ന നല്ല മാതാപിതാക്കളിൽ ഉൾപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. എന്തെല്ലാം ആരെല്ലാം ഈ ദുആ വസിയത്ത് നമ്മുടെ കമൻറ്റിലൂടെ അല്ലാതെ പറയുന്നുണ്ടോ എല്ലാവർക്കും അള്ളാഹു വലിയ ഖൈറുകൾ നൽകുമാറാവട്ടെ. അവരുടെയും നമ്മുടെയും മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു ഹാസിലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അള്ളാഹു ശിഫാ നൽകുമാറാവട്ടെ. ജോലിയില്ലാത്തവർ, മക്കളില്ലാത്തവർ, വീടില്ലാത്തവർ, വിവാഹ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാത്തവർ, അങ്ങനെ ഒരുപാട് പ്രയാസത്തിൽ അനുഭവപ്പെടുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും മാറ്റുകയും എല്ലാ ഖൈറാത്തുകൾ അവരുടെ ജീവിതത്തിൽ, നമ്മുടെ ജീവിതത്തിൽ നൽകി അനുഗ്രഹിക്കട്ടെ. വരുന്ന ബറാഅത്തിൻ്റെ രാവൊക്കെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുവാനും ഒരുപാട് നന്മകൾ വാരിക്കോരി കൂട്ടി വെക്കുവാനും നാളെ ആഖിറത്തിൽ ഉന്നതമായ വിജയം കിട്ടുവാനും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബറാഅത്ത് രാവുമായി ബന്ധപ്പെട്ട് ബറാഅത്ത് രാവിലും അതുപോലെ ഷഅബാനിൻ്റെ ബാക്കി ദിവസങ്ങളിലൊക്കെ
ഏത് ദിക്റാണ്, സ്വലാത്താണ്, തസ്ബീഹാണ് ചൊല്ലേണ്ടത് എന്ന് പല ആളുകളും ചോദിച്ചിരുന്നു. നമുക്ക് ബറാഅത്ത് രാവിലെ എന്നല്ല, ഈ ശഅബാനിലും മറ്റ് ദിവസങ്ങളിലും മറ്റ് സമയങ്ങളിലൊക്കെ ഒരുപാട് വട്ടം നമുക്ക് ചൊല്ലാൻ പറ്റിയ ഒരു കൂട്ടം ദിക്റുകൾ, സ്വലാത്തുകൾ, തസ്ബീഹുകൾ നമ്മൾ മുമ്പ് എല്ലാവരും ഒന്നിച്ച് ചൊല്ലി നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു നമ്മുടെ യൂട്യൂബ് ചാനലിൽ. ആ വീഡിയോ കാണാൻ ഈ കാണുന്ന യൂട്യൂബ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ഒന്നുകൂടി ആ ദിക്റുകൾ, സ്വലാത്തുകൾ ചൊല്ലി ദുആ ചെയ്യാം. അള്ളാഹു സ്വീകരിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.